പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. അപ്പൊ നമ്മളായിട്ട് ക്ഷണിച്ച് വരുത്തരുത് പ്രശ്നം. ഓക്കെ, ഒരു അച്ഛൻ എന്ന നിലയിൽ അയാളുടെ കടമ ചെയ്തു എന്ന് വേണേൽ പറയാം. മാതാപിതാക്കള് സാധാരണയായിട്ട് മക്കളോട് പറയും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം എന്ന് പറയും. പക്ഷെ ഇതിൽ കുറെ ആൾക്കാർ എന്താണ് ആ മാന്യമായ വസ്ത്രം എന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് ബോഡി മുഴുവൻ കവർ ചെയ്തിട്ട് ഒരു ഭാഗം കാണാത്ത രീതിയിൽ നടക്കണം എന്നാണോ നിങ്ങൾ മാന്യമായ വസ്ത്രം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. കാരണം നമ്മൾ നമ്മുടെ പഴയ തലമുറകളിലോട്ട് നോക്കുന്ന സമയത്തുള്ള ഹാഫ് സാരി ബ്ലൗസുകൾ, അല്ലെങ്കിൽ ഈ ആരെയോ കുത്താൻ പോണ പോലെയുള്ള ബ്ലൗസും കാര്യങ്ങളും ഇട്ടിട്ട് പാവാടി ബ്ലൗസാന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്, സാരി ഉടുക്കുമ്പോൾ പുറം കാണിക്കുന്നത്, വയറ് കാണിക്കുന്നത്, കയ്യിൻ്റെ ഇവിടെ വരെ കാണിക്കുന്നത്. പിന്നെ ചില സിനിമകളിലൊക്കെ നമുക്ക് കാണാം മുട്ടിന്റെ മേലേക്കുള്ള ചെറിയ ചെറിയ ഉടുപ്പും കാര്യങ്ങളും ഷോർട്സും മിഡിയും ഒക്കെ ഇട്ടിട്ടുള്ള മലയാളം നടിമാരും അത്തരത്തിലുള്ള സിനിമകൾ പഴയ കാലത്തേക്ക് എടുത്തു നോക്കി ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ നിഴലടിക്കുന്ന ഒരു സൈസ് ബ്ലൗസ് ഉണ്ടല്ലോ, സിംഗിൾ തുണി മാത്രം വെച്ചിട്ട് ഫുള്ള് ബ്രേസർ മുഴുവൻ നല്ല നിഴലടിച്ച് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അതൊരു ബ്ലൗസാണ്, എന്നാലും മുമ്പിലെ കഴുത്ത് ഇത്രയും ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ വസ്ത്രധാരണത്തിന് ആളുകൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു അച്ഛൻ എന്ന നിലയിൽ കൃഷ്ണകുമാർ അവരുടെ മക്കളോട് ശരീരം മറച്ച് വസ്ത്രം ചെയ്യണം, വസ്ത്രം ശരീരം മറയ്ക്കാനാണെന്നൊക്കെ ഒരു അച്ഛൻ എന്ന നിലയിൽ അയാൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ച ഒരു കുട്ടി എന്ന നിലയിൽ ദിയാകൃഷ്ണ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം കാലഘട്ടത്തിനനുസരിച്ച് ധരിക്കുന്നു. ഇപ്പം അവർ ശരിയായ രീതിയിൽ വസ്ത്രം ധരിച്ചതുകൊണ്ട് ദിയാകൃഷ്ണയുടെ വസ്ത്രത്തിന് ഇറക്കം കുറഞ്ഞു പോയതുകൊണ്ടുള്ള പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇനി അത് കണ്ടിട്ട് അവരുടെ മക്കളത് അനുകരിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണോ എന്നറിയില്ല. ഒരുപാട് പേര് വിമർശനം കൊണ്ട് വന്നിട്ടുണ്ട്. ഏത് വസ്ത്രം എങ്ങനെ ധരിക്കണം എന്നുള്ളതൊക്കെ ദിയാകൃഷ്ണന്റെ ഇഷ്ടമാണ്. വസ്ത്രം എന്ന് പറയുന്ന ഒരാളുടെ സ്വാതന്ത്ര്യമാണ്, അല്ലേ? പണ്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ വിഷുവിന്റെ പടക്കം പൊട്ടലൊക്കെ ആണ് കേട്ടോ, അത് ഇടയ്ക്ക് ചിലപ്പം ഠോ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. പണ്ട് കാലത്ത് അധികം ആൾക്കാരും ധരിച്ചിരുന്ന ഒരു വസ്ത്രം എന്ന് പറയുന്നത് മുണ്ടും ഹാഫ് ബ്ലൗസും ആണ്. അപ്പോഴും വയറും നെഞ്ഞും പുറമൊക്കെ കാണരുത്. പിന്നെ അത് മാറി സാരിയായി. സാരി ഉടുക്കുമ്പോൾ അമ്മമാർ സാരി ഉടുക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ കാണാം, വയറ് കാണും, പുറം കാണും. കാണാതെ ഉടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നെഞ്ഞ് കാണും, അത് നിഴലടിക്കുന്ന ഒരു ബ്ലൗസും. അങ്ങനെ ധരിക്കുന്ന ആൾക്കാരാണ് ജീൻസും ക്രോപ്പ് ടോപ്പ് ഇടുന്ന പെൺകുട്ടികളെ ചന്തി കാണുന്നു, നെഞ്ഞ് കാണുന്നു, കുത്താൻ നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പം ദിയാകൃഷ്ണന്റെ പ്രസവ സംബന്ധമായിട്ടുള്ള ഈ ഒരു ഫോട്ടോഷൂട്ടാണ് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വിവാദമാക്കാൻ മാത്രം ഒന്നുമില്ല, മറക്കേണ്ട സാധനങ്ങളൊക്കെ കൃത്യം അവർ മറച്ചിട്ടുണ്ട്. പിന്നെ അതൊരു ഗർഭിണീന്റെ വയറാണ്. ആ വയറ് കണ്ടു കഴിഞ്ഞാൽ ആർക്കാ ഏത് രീതിയിലാണ് വൃത്തികെട്ടൊരു മൈൻഡിൽ ചിന്തിക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന എന്തോരം ആളുകളുണ്ട്. ഹോളിവുഡ് നടിമാരും വേറെ സിനിമാ നടിമാരും ആൾക്കാരൊക്കെ ചെയ്താൽ ആഹാ, ഇവർ ചെയ്ത ഓഹോ എന്നാണോ. കത്രീന കൈഫ്, പിന്നെ ആരാണ് ദീപിക പാദുകോൺ, പിന്നെ ആരാ പ്രിയങ്ക ചോപ്ര, അങ്ങനെ ആരാടൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും അവരുടെ ആ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു, അതൊരു ഫോട്ടോ ആണ്. അല്ലാണ്ട് ആ സ്ത്രീ അങ്ങനത്തെ വസ്ത്രം ധരിച്ച് നമ്മളെ കേരളത്തിലെ ആൾക്കാരുടെ കൂടെ നടക്കുന്നില്ല, ബീച്ചിൽ വന്ന് ഇരിക്കുന്നില്ല. അവരുള്ളത് മാൽദീവ്സിലാണ്. അവിടെയുള്ള ആൾക്കാർ അത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല. ഈ ഫോട്ടോ ആണ്, നമുക്ക് എന്താണ് ഇവിടെ ഇരുന്നിട്ട് ഇത്ര കുരുവട്ടാൻ മാത്രം. ചില സമയത്ത് എനിക്ക് ദിയാകൃഷ്ണൻ്റെതും പിന്നെ ആരാണ് ഈ മറ്റേ എന്തായിരുന്നു അവരുടെ പേര്, കൃഷ്ണകുമാറിന്റെ ഒക്കെ വർത്താനം കേൾക്കുമ്പോൾ ചൊറിഞ്ഞു കയറും. കാരണം അത്തരത്തിലുള്ള കയ്യിലിരിപ്പും നാക്കിലിരിപ്പൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് അത് അവരുടെ ഇഷ്ടമാണ്, ഏത് രീതിയിൽ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത്. മാന്യമായ വസ്ത്രമല്ലാത്തത് കൊണ്ടാണ് മറ്റൊരാൾക്ക് തെറ്റായ ചിന്ത തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ തെറ്റായ ധാരണകളാണ്. നോക്കുന്ന ആളുടെ കണ്ണ് മാന്യവും ശരിയും അല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നതെന്ന് ഞാൻ പറയത്തും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് നോക്കുക. നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ ആങ്ങള, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ സഹോദരൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ എത്ര പേരെ പീഡിപ്പിച്ചിട്ടുണ്ട്, എത്ര പേരെ കടന്നു പിടിച്ചിട്ടുണ്ട് ഉണ്ടാവോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു പെണ്ണായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മകനോ നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് എല്ലാ പുരുഷന്മാരുടെയും കുഴപ്പമല്ല. ചില ആണുങ്ങൾ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും പിന്നെ അവരുടെ ഈ മനസ്സും വൃത്തികെട്ട മനസ്സും ചിന്താഗതി എല്ലാം കൂടെ കുഴഞ്ഞു കൂടുന്ന സമയത്ത് ചില ആൾക്കാർക്ക് മാത്രം കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള ഡിസീസാണത്. അത് പെൺകുട്ടികളുടെ വസ്ത്രധാരണം. ഈ മൃഗങ്ങളെ റേപ്പ് ചെയ്യുന്ന ആണുങ്ങളുണ്ട്. എന്തുകൊണ്ടാ? ആ മൃഗങ്ങൾ ശരിയായ രീതിയിൽ വസ്ത്രം ധരിക്കാത്തത് കൊണ്ടും പിന്നെ ഈ അരക്കി കീഴ്പെട്ട് മൂത്രം ഒഴിക്കുന്ന സ്ഥലം അകിടും കാര്യങ്ങളൊക്കെ തുണി വെച്ച് കവർ ചെയ്യാത്തത് കൊണ്ടാണോ? അല്ല. അത് ഞാൻ പറഞ്ഞ ഈ കാറ്റഗറിയിലെ വൃത്തികെട്ട ആളുകളുടെ ചിന്ത കൊണ്ടാണ്. ഓക്കെ, അല്ലാണ്ട് ഒരു സ്ത്രീന്റെ വസ്ത്രം കണ്ടതുകൊണ്ട് ആർക്കാണ് റേപ്പ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത്? സ്ത്രീകൾക്ക് പുരുഷന്മാരോട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? ഈ ആണുങ്ങളൊക്കെ ഷർട്ട് ഇടാണ്ട് നടക്കുന്നത് കാണാം, ഹാഫ് ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണാം, ചിലർ കുനിയുമ്പോൾ ഷഡ്ഡി കാണാൻ വേണമെങ്കിൽ ചന്തിന്റെ വരയും കാണാം. ഇതൊക്കെ കാണുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് അത്തരത്തിലുള്ളൊരു തോന്നൽ ആണുങ്ങളോട് തോന്നില്ലല്ലോ, ആണുങ്ങൾക്ക് മാത്രമേ പെണ്ണുങ്ങളോട് തോന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടർ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം കൊണ്ടാണ്, ഇത് കാണുമ്പോൾ മറ്റുള്ളവർ അത് അനുകരിക്കും എന്നൊന്നും ചിന്തിച്ചിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതൊന്നും അല്ല റിയാലിറ്റി എന്ന് പറയുന്ന കാര്യം. ഷോൾ ഇട്ട് മറച്ചു കഴിഞ്ഞാലും ആളുകൾ സ്കാൻ ചെയ്ത് നോക്കും, പർദ്ദ ഇട്ട് കഴിഞ്ഞാലും അത് തന്നെയാണ് അവസ്ഥ. നോക്കേണ്ട ആൾക്കാർ ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ തപ്പാൻ കാണാൻ എന്ന് തെരഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ കണ്ണ് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ നാട്ടുകാരുടെ എന്ന് മുഴുവനായിട്ട് പറയുന്നില്ല, അത് ചില ആളുകളുടെ അല്ലെങ്കിൽ ചില ആണുങ്ങളുടെയൊക്കെ കുഴപ്പമാണ് എന്ന് കരുതി ദിയാകൃഷ്ണന്റെ ഡ്രസ്സ് നല്ല
നല്ല കളർ ഡ്രസ്സാണ്, നല്ല ചോയ്സാണ്, വയറ് കണ്ടതിൽ ഇപ്പോൾ ഒരു കുഴപ്പം തോന്നില്ല. ഇതൊരു ഗർഭിണീൻ്റെ വയറാണ്, അതിനകത്തൊരു കുഞ്ഞി കൊച്ചുണ്ട്. നല്ല കാര്യങ്ങളായിട്ട് ചിന്തിക്കൂ, നിങ്ങളുടെ ചിന്താഗതികളൊക്കെ മാറും. എന്താണ് പ്രശ്നം? ദിയാകൃഷ്ണന്റെ അച്ഛനെ കുറെ ആൾക്കാർ തെറി പറയുന്നത് കേട്ടു, മക്കളെ പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അയാൾ, എനിക്ക് തോന്നുന്നു, മക്കൾ ഈ യൂട്യൂബ് ചാനൽ വളർന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചൊക്കെ ഫോട്ടോയും വീഡിയോസും ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ ഫിനാൻഷ്യലി കുറച്ചുള്ള വീട്ടിൽ തന്നെയാണ്. പിന്നെ എന്തിനാ മക്കളെ കാണിച്ച് പൈസ ഉണ്ടാക്കണം? നിങ്ങൾ സിനിമകളും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ആ സിനിമ കാണാതിരിക്കുമോ? കാരണം നമ്മളിത് കാണുന്നത് കൊണ്ട് അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇത് കാണണ്ടെന്ന് കരുതുമോ? മറ്റേ ദീപിക പാദുകോണിന്റെ കാവ്യഷെട്ടി ഭയങ്കര വൈറലായിരുന്നു. ആ പാട്ടും ആ സിനിമ ഇഷ്ടംപോലെ ആൾക്കാർ ആസ്വദിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ചില ആൾക്കാരുടെ പ്ലേലിസ്റ്റിൽ വേണേൽ അത് കിടക്കുന്നുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് നിങ്ങൾക്ക് അതൊരു ഒരു ഇതിൽ കണ്ട് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല? അവരും ബോഡി കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഓക്കെയാണ്. ഇവർ ബോഡി കാണിച്ചത് നിങ്ങൾക്ക് ഓക്കെ അല്ല. എന്താണ് അതിലുള്ള ഡിഫറൻസ്? എനിക്ക് മനസ്സിലായിട്ടില്ല. നയൻതാരേന്റെ മൂവീസും സിനിമകളും കാണുന്ന ആൾക്കാരുണ്ടോ? നയൻതാരേന്റെ ആക്ടിങ്ങും കാര്യങ്ങളും ആ ഒരു ഡ്രസ്സിങ്ങും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ദിയാകൃഷ്ണൻ്റെതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത്തരത്തിൽ വസ്ത്രം ധരിച്ചാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. നാളെ രേണുസുതി എന്തൊക്കെയോ വസ്ത്രം വയറ് കാണിച്ചെന്നോ അര കാണിച്ചെന്നോ നെഞ്ഞ് കാണിച്ചെന്നോ പറഞ്ഞ് കുറേ പേര് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഗൈസ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? വസ്ത്രത്തിന്റെ ഒരു സൈഡ് നീങ്ങുന്ന സമയത്ത് അത് കാണുമ്പോൾ പോകുന്ന കൺട്രോളാണോ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുള്ളത്? നിങ്ങൾ നിങ്ങളെ തന്നെ ഇത്രയും വില കുറച്ച് കാണരുത് പ്ലീസ്. നിങ്ങളുടെ കമന്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വന്തം വിശ്വാസമല്ലേ? അതായത് എവിടെയെങ്കിലും ഒരു സൈഡ് കണ്ടാൽ, ഏതെങ്കിലും ഒരു സ്ത്രീൻ്റെ ഒരു സൈഡ് കണ്ടാൽ ഞാൻ അപ്പം കയറി പിടിക്കും എന്നൊരു മെന്റാലിറ്റിയാണ് ഭൂരിഭാഗം ആണുങ്ങളുടെയും കമന്റ് കണ്ടാൽ തോന്നുക. ഇതൊന്നും അത്ര നല്ലതല്ല. എൻ്റെ അറിവിൽ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നാണ്. അവനവൻ ഇഷ്ടമുള്ള കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. ഓക്കെ, അതിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾ ധരിക്കുക, നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലേ നിങ്ങളത് അവോയ്ഡ് ചെയ്യുക. അല്ലാണ്ട് അതിൻ്റെ പുറകെ പോയി കുറ്റം പറഞ്ഞ് അവരെ സൈബർ ബുള്ളിങ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ട് എന്താ നിങ്ങൾക്ക് ഇതിന് കിട്ടുന്ന പേഴ്സണൽ ലാഭം? സന്തോഷം കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ വരുമാനം കിട്ടുന്നുണ്ടോ? രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? എന്തായാലും കൊള്ളാം. ഇത് കണ്ട സമയത്ത് എനിക്ക് പറയണം തോന്നി കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.